സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നുവേണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരള തീരത്തെ ദേശവിരുദ്ധ കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ച അമിത്ഷാ കേരള ജനതയോട് മാപ്പ് പറയണം. കേരളത്തിന്റെ തീരദേശം ദേശവിരുദ്ധ ശക്തികളുടെ പ്രവർത്തന കേന്ദ്രമെന്ന് പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരള ജനതയോട് മാപ്പ് പറയണമെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷക്കീർ അലി പറഞ്ഞു. ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരള തീരം രാജ്യദ്രോഹികളുടെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞത് വേറെ ആരുമില്ല, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ അത്തരമൊരു പ്രസ്താവന ഇറക്കിയത് നമ്മുടെ തീരദേശത്തെ ജനങ്ങളെ, ഒന്നടങ്കം ലക്ഷക്കണക്കിന് തീരദേശ ജനങ്ങളെ അപമാനിക്കുന്നതും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്നതും. അപ്പോൾ ഇത്തരമൊരു പ്രസ്താവന രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത് വളരെ ഖേദകരമാണ്. തീരം ആശ്രയിച്ചാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥതയും ഭക്ഷ്യവും സുരക്ഷയും എല്ലാം നിലനിൽക്കുന്നത് തന്നെ. അതുപോലെ തന്നെ കേരളത്തിന്റെ മത്സ്യത്തൊഴിലാളികൾ 2015 നമുക്കെല്ലാം അറിയാവുന്ന പോലെ പ്രളയത്തില് ഏറ്റവും കൂടുതൽ കേരള തീരത്തെ മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുണ്ടായ മൃഗങ്ങൾ, ഇവരെയെല്ലാം രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്ന ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ പറ്റില്ല. പത്രസമ്മേളനത്തിൽ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് വിൻസെന്റ് ജോൺ, കൊച്ചി മണ്ഡലം പ്രസിഡന്റ് ജോർജ് കാളിപ്പറമ്പൻ, എറണാകുളം മണ്ഡലം പ്രസിഡന്റ് കെ എം പീറ്റർ, വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി ജെറാൾഡ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.